ഹലോ എവരിവൺ, വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗാർഡൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ നമുക്ക് വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഈ ഒരു സെക്ഷനിലായാലും അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലായാലും ഒക്കെ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് വിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗാർഡൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. ഈ സെക്ഷനിൽ ഇത് ബുറാന ഡയമണ്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൽ നമുക്കിപ്പോൾ ഒരു സ്പൈക്ക് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ക്രൗണിൻ്റെ പോർഷനിൽ നമുക്കൊരു സ്പൈക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സൂപ്പർ നോവ റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ നമ്മുടെ ഗാർഡനിൽ രണ്ടാമത്തെ തവണയാണ് ഫ്ലവർ ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ നട്ടിട്ട് ഏകദേശം ഒരു 2-3 വർഷം ആവും. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് നമുക്ക് ഫ്ലവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് പുറകെ നിൽക്കുന്ന ഈ ഒരു സ്പൈക്ക് എന്ന് പറയുന്നത് ഇതും സൺഷൈൻ ബ്രൗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. വളരെ നല്ലൊരു കളറാണ്, വെറൈറ്റി കളറാണ്. അതുപോലെ തന്നെ ഇത് നമുക്കിപ്പോൾ വിരിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മാസം ആവും. ഇതിൻ്റെ മദർ പ്ലാന്റ് ഒരു ചെറിയ കേടുണ്ട്. ഇതിൽ നമുക്ക് ബേസ് പ്ലാന്റ് ഒന്നും തന്നെ വരുന്നില്ല. ഈ ഒരു 2 സ്റ്റെമ്മിൽ നമുക്ക് വന്നിട്ടുള്ള 3 ബേബി പ്ലാന്റിൽ നിന്നുമാണ് നമുക്ക് ഈ സ്പൈക്കുകൾ നമുക്ക് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പൈക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളത് സെപ്പറേറ്റ് ചെയ്യും. ഇതിൽ നമുക്ക് ചിലതിലൊക്കെ നമുക്ക് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ചെയ്യും. ഇത് വന്നിട്ട് ഡെൻഡ്രോബിയത്തിൻ്റെ മിസ്സാങ്കിനിൽ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ഗാർഡനിൽ നമുക്ക് ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ പ്രാവശ്യം തന്നെ നമുക്ക് 6 സ്പൈക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. നന്നായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന മറ്റൊരു വെറൈറ്റിയാണിത്. സീസർ വാരാവൺ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ഡെൻഡ്രോബിയത്തിൽ ഏറ്റവും വലിയ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ സുപാൻ കിങ് എന്ന് പറയുന്ന വെറൈറ്റി. ഇപ്പോൾ നമുക്കതിൽ ഒരു ഫ്ലവറാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ സോണിയ എന്ന് പറയുന്നൊരു വെറൈറ്റിയുടെ ഫ്ലവറാണിത്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് പുതിയൊരു സ്പൈക്ക്, ഈ ഒരു പ്ലാന്റിൽ പുതിയൊരു സ്പൈക്ക് വരുന്ന കാണാനായിട്ട് പറ്റും. ഇതുകൊണ്ട് ഗോൾഡൻ യെല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. പിന്നെ ഇത് നമ്മൾ 5 വർഷങ്ങൾ മുമ്പ് നട്ട ഒരു പ്ലാന്റാണ്. ഇപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെയും കറക്റ്റ് ഇത് സീസർ പിങ്ക് സ്പ്ലാഷ് എന്നാണ് ഇതിൻ്റെ ലേബിൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഫ്ലവർ നമുക്ക് കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് കളർ ചേഞ്ച് ആയതാണോ എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നോക്കാം ഇതിൽ കറക്റ്റായ ഒരു കളർ കിട്ടുമെന്നുള്ളത്. അതുപോലെ തന്നെ ഇതും നമുക്ക് നല്ലൊരു കോൺട്രാസ്റ്റുള്ള നല്ല യെല്ലോയും വൈറ്റും ഒക്കെ കൂടെ ചേർന്ന് നല്ലൊരു ഫ്ലവറാണ്. വളരെ മൈന്യൂട്ടായിട്ട് ഫ്ലവേഴ്സാണ്. പക്ഷേ മിനിയേച്ചർ വെറൈറ്റി അല്ല, ഡെൻഡ്രോബിയത്തിൻ്റെ വലിയ പ്ലാന്റ് തന്നെയാണ്. ഇത് നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ട് വിരിഞ്ഞതാണ്. ഇതും ഞാൻ 5 വർഷം മുമ്പ് നട്ടതാണ്. വളരെ ചെറിയ സീഡ്ലിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളർന്ന് കയറാനായിട്ട് ഒരുപാട് സമയമെടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റുകളൊക്കെ, ഈ ഒരു 3 പ്ലാന്റ് നമ്മൾ ഇതിൻ്റെ കൂടെ ഈ 2 എണ്ണത്തിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചാണ്. അത് രണ്ടും നമുക്ക് ഇനിയും ഫ്ലവർ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്യൂജിയാമ ഫയർ ക്രാക്കർ എന്ന് പറയുന്ന ഒരു ഡെൻഡ്രോബിയത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. ഒരുപാട് സ്പൈക്കുകളും അതുപോലെ തന്നെ ഒരുപാട് തൈകളും ഒക്കെ കിട്ടുന്ന നല്ലൊരു വെറൈറ്റിയാണ്. വളരെ നല്ല ബുഷിയായിട്ട് ഒരുപാട് തൈകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. നമുക്കിത് ഒരു പ്രാവശ്യം നമുക്ക് ഇതൊരു 12 സ്പൈക്ക് വരെ ഒരുമിച്ച് നമുക്ക് വളർന്നു വരുന്നൊരു ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ ഒരുപാട് നമുക്ക് ഇത് സ്പൈക്കുകളൊക്കെ ഇപ്പോൾ നമുക്ക് വാടിപ്പോയതും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വിരിഞ്ഞ് നിൽക്കുന്നതും പുതുതായിട്ട് വരുന്ന സ്പൈക്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ മറ്റൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഡെൻഡ്രോബിയം മിനി യായ സ്പ്ലാഷ് എന്ന് പറയുന്നതാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര്. ഇതിലിപ്പോൾ നമുക്ക് ഫ്ലവേഴ്സൊന്നുമില്ല. ഇതും നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു 3 തൈയൊക്കെ വന്ന് അതിൽ വേറെ ബേസ് പ്ലാന്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഉടനെ തന്നെ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി തരേണ്ട സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ മറ്റൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ഡെൻഡ്രോബിയം സ്പ്ലാഷ് കോമ്പാക്റ്റം എന്നുള്ളൊരു വെറൈറ്റിയാണിത്. ഇത് നമുക്ക് ഫ്ലവർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 5 മാസത്തോളമായി വളരെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്തു ഈ ഒരു ഫ്ലവർ. പിന്നെ ഇതൊരു വൈറ്റ് വെറൈറ്റിയാണ്. ഈ 2 സ്പൈക്കും ഇതിൻ്റെ ഒരു തൈയിലാണ് വന്ന് നിൽക്കുന്നത്. തൈ വളരെ വലുതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാരം കൊണ്ട് ഇത് വളഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പൈക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിതിനെ മാറ്റി നടും. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ബെറ്റി റോസിൻ്റെ പിങ്ക് വെറൈറ്റിയാണിത്. പിന്നെ പോപ്പൈ എന്ന് പറഞ്ഞൊരു വെറൈറ്റി അവിടെയുണ്ട്. നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല, പുറത്തോട്ടാണ് അത് ഫ്ലവർ ചെയ്തിട്ടുള്ളത്. ഇത് ഈസ്റ്റ് ഡയറക്ഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടാണ് ഇത് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണിച്ച ഈ ഒരു വൈറ്റിൻ്റെ ആ ഒരു മദർ പ്ലാന്റിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള സ്പൈക്കാണ് ആ മേളിൽ 3 നമ്മൾ കാണുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു യെല്ലോ വെറൈറ്റിയാണ്. ഈ ഒരു യെല്ലോ വെറൈറ്റി
നമുക്കിപ്പോൾ വിരിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മാസമായി. വളരെ വലിയ സ്പൈക്കോടുകൂടി നമുക്ക് വന്നതാണ്. ഇതിന് മുമ്പ് നമുക്ക് വന്നപ്പോൾ ഇത് നല്ല ലാസ്റ്റ് ഇയറും വളരെ വലിയ സ്പൈക്കുമാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ നമുക്കൊരു പുതിയ സ്പൈക്ക് കൂടെ നമുക്കിവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഒരു കമ്പുകളൊക്കെ എടുത്ത് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നോക്കിയായിരുന്നു. അങ്ങനെ നമുക്കൊരു 3-4 തൈകളൊക്കെ നമുക്ക് കിട്ടി. പിന്നെ ഇതിൻ്റെ കുറച്ച് ബേസ് പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഹെൽത്തി ആയിട്ടൊരു റൂട്ട്സും നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ വലിയൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 മാസം മുമ്പാണ് ഇത് ആദ്യമായിട്ട് ഫ്ലവർ ചെയ്ത്. വളരെ വലുപ്പമുള്ള പ്ലാന്റ് ആണെങ്കിലും ഇത് ഫ്ലവർ ചെയ്യാനായിട്ട് കുറച്ച് താമസം എടുത്തു. പിന്നെ ഇതിൽ നമുക്കിപ്പോൾ പുതുതായിട്ട് വരുന്ന ബേസ് പ്ലാന്റ് ആണ്. അപ്പോൾ ആ ഒരു ബേസ് പ്ലാന്റ് നമുക്ക് വളരെ വലുപ്പത്തിലാണ് നമുക്ക് വളർന്നു വരുന്നത്. അപ്പോൾ അത്രയാണ് ഈ ഒരു ഇതിലുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമുക്ക് ടൊളൂമിനാസ് ഉണ്ട്. ടൊളൂമിനാസ് നമ്മളിപ്പോൾ വാങ്ങിച്ച് നട്ടിട്ട് ഒരുപാട് നാളായി. എല്ലാം നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റിൽ കുറേ ഇലകൾ നമുക്ക് കേടായിപ്പോയി. അങ്ങനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ അത് ഇതുവരെ നന്നായിട്ടായിട്ടില്ല. ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കേടായി വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് പഴയ ഇലകൾ കേടായി പോകുന്നതാണ്. പക്ഷേ കുറച്ച് കൂടുതലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനെ പറ്റിയതെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഫംഗിസൈഡൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു മാറ്റമൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇത് നമ്മുടെ റിംഗോ സ്റ്റൈറസ് എന്ന് പറയുന്ന ഓർക്കിഡിൻ്റെ വെറൈറ്റിയാണ്. ഇത് ഇതുവരെയും നമുക്ക് ഫ്ലവർ ചെയ്തിട്ടില്ല. 2 പ്രാവശ്യം ചെറിയ രീതിയിൽ ഒരു സ്പൈക്കിൻ്റെ ഒരു ഗ്രോത്തൊക്കെ കണ്ടെങ്കിലും ആ ഒരു സ്പൈക്കുകളൊന്നും തന്നെ നമുക്ക് വലുതായി കിട്ടിയില്ല. പക്ഷേ നല്ല പുഷ്ടിക്ക് തന്നെ നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഫ്ലവർ ഒന്നും ചെയ്തിട്ടില്ല. ഏതാണ്ട് ഒരു 5 കൊല്ലത്തിന് മേളിലാവും ഇത് ഞാൻ വാങ്ങിച്ച് നട്ടിട്ട്. ഒരു ചെറിയ തടിയിൽ വെച്ച് കെട്ടിക്കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു സെക്ഷനിലെ ഫ്ലവേഴ്സ് നമുക്ക് നോക്കാം. അതിൽ തന്നെ ആദ്യമായിട്ട് നമുക്ക് കാണിക്കാനുള്ള ഈ ഒരു പ്ലാന്റാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് വളർത്തിയ പ്ലാന്റാണ് ഓർക്കിഡിൽ, ഏകദേശം ഒരു 8 വർഷം മുമ്പ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ 4 സ്പൈക്കുകളാണ് കിട്ടിയിട്ടുള്ളത്. 4 സ്പൈക്കുകളൊക്കെ വിരിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 4 മാസമൊക്കെ ആവും. അപ്പോൾ കുറേയൊക്കെ വാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 2-3 മാസം മുമ്പ് നമുക്ക് കിട്ടിയൊരു സ്പൈക്കാണ്. ഇതും വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആദ്യ കാലങ്ങളിൽ ഞാൻ വളർത്തിയ പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പേരുകൾ അറിയില്ല. പിന്നെ ഇത് നമുക്ക് ഒരു ഫ്രില്ലൊക്കെ പോലെ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെയും പേരറിയില്ല. ഇതൊക്കെ ആദ്യ സമയങ്ങളിലുള്ളതാണ്. അതിൻ്റെ ഒന്നും ടാഗുകളില്ല. അതുകൊണ്ട് തന്നെ പേരുകൾ അറിയില്ല. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് വിരിഞ്ഞിട്ട് ഏകദേശം 3 മാസമൊക്കെ ആവും. ഇത് വന്നിട്ട് ഇപ്പോൾ വിരിഞ്ഞ ഒരു കൊലയാണ്. ഇത് വന്നിട്ട് പിങ്ക് സ്പ്ലാഷ് എന്ന് പറയുന്ന നല്ലൊരു വെറൈറ്റിയാണ്. നല്ലൊരു പൂവാണ് എപ്പോഴും നമുക്കിതിൽ കിട്ടാറുള്ളത്. അതുപോലെ തന്നെ ഇതും ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ള ഒരു യെല്ലോ വെറൈറ്റിയാണ്. ഇതെപ്പോഴും നമുക്ക് വലിയ ഫ്ലവേഴ്സായിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. ഒരു സ്പൈക്കൊക്കെ വരാറുള്ളൂ. കുറച്ച് താമസം എടുക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതുവരെ എനിക്ക് മൾട്ടിപ്പിൾ സ്പൈക്കായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ വരുമ്പോൾ നമുക്ക് വളരെ നീളമുള്ള ഒരു സ്പൈക്ക് ആണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാണിച്ച ഇതിൻ്റെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നട്ടുവന്നായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് 2-3 സ്പൈക്കുകൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ബുഷിയായിട്ട് കാണുന്നത്. പിന്നെ ഇതും നമുക്ക് ആദ്യമുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു 5-6 മാസം ഇതിങ്ങനെ തന്നെ ഫ്രഷായിട്ട് നിൽക്കും ഇതിൻ്റെ ഒരു പ്ലാന്റ് ഫ്ലവർ. പിന്നെ ഇത് നമ്മുടെ തോഞ്ചായി ഗോൾഡ് എന്ന് പറയുന്ന ഒരു യെല്ലോ വെറൈറ്റിയാണ്. പിന്നെ ഇതൊരു വൈറ്റ് വെറൈറ്റിയാണ്. നമ്മൾ നേരത്തെ കാണിച്ച കണക്കുള്ള വൈറ്റ് അല്ല. ഇത് ഇത്തിരി വലിയ ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബ്രൗൺ സ്പോട്ടുകൾ കാണാനായിട്ട് പറ്റും. ഇത് പെട്ടെന്ന് ബ്രൗൺ സ്പോട്ട് ഇങ്ങനെ വരും. വെള്ളമൊക്കെ നനയുകയാണെങ്കിൽ പെട്ടെന്ന് കേടായി പോകുന്നൊരു ഫ്ലവർ കൂടിയാണ് ഇത്. പിന്നെ ഇതൊരു പീച്ചാണ്. പീച്ചിൽ ഈ ഒരു സ്പൈക്കിൽ നമുക്ക് ഒറ്റ ഫ്ലവർ മാത്രമേ ഉള്ളൂ. പിന്നെ മുകളിലായിട്ട് നമുക്ക് മറ്റൊരു സ്പൈക്ക് നമുക്ക് വരുന്നുണ്ട്. ഇത് ഞാൻ ആദ്യ സമയങ്ങളിൽ വളർത്തിയ ഒരു പ്ലാന്റാണ്. എപ്പോഴും നമുക്കിതിൽ ഫ്ലവർ കിട്ടുന്നതാണ്. വളരെ വലിയ ഫ്ലവർ തന്നെ കിട്ടുകയും ചെയ്യും. പ്ലാന്റും അതേ കണക്ക് തന്നെ വലുതാണ്, വളരെ വലുപ്പമുള്ളതാണ്. ഇത് ലസാന്ദ്ര എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് എപ്പോഴും വളരെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇത് നമ്മുടെ യായ കോമ്പാക്റ്റുമാണ്. യായ കോമ്പാക്റ്റത്തിൻ്റെ ഈ സ്പൈക്ക് ഇപ്പോൾ 3 സ്പൈക്കാണിത്. ഈ 3 സ്പൈക്ക് നമുക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം 3 മാസമാവും. അപ്പോൾ ഇതിപ്പോൾ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്ത് പുതിയ സ്പൈക്ക് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇത് ഞാൻ ഈ ഒരു സെക്ഷനിൽ ആദ്യം കാണിച്ച ആദ്യമായിട്ട് ഞാൻ വളർത്തിയതിൻ്റെ ഒരു തൈ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ 2 സ്പൈക്കുകൾ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇത് വന്നിട്ട് വൈറ്റിൽ പിങ്ക് സ്ട്രൈപ്പ് വരുന്ന മറ്റൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരിക്കൽ
റീപ്പോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് നാൾ പൂക്കായിരുന്നു. അതിന് ശേഷം നമുക്കിപ്പോൾ ഫ്ലവറൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു സ്പൈക്കാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പ്ലാന്റ് തന്നെയാണ്. ഇത് എപ്പോഴും നമുക്ക് ഫ്ലവർ ചെയ്യുകയും ചെയ്യും, നമുക്ക് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. നല്ല ഫ്രഷ്നെസ്സോടുകൂടി നിൽക്കുന്ന ഫ്ലവേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 ചട്ടിയിൽ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് തൈകൾ. പിന്നെ ഇത് നമ്മുടെ ഇതിൻ്റെ മുമ്പ് നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഒരു വീഡിയോ എപ്പോഴും നമ്മുടെ ചാനലിൽ വൈറലാവുന്നുണ്ട്. നമ്മൾ പണ്ടിട്ടത് ഇതിൻ്റെ ഒരു വലിയ കൊല, ഇത്രയൊന്നും അല്ല, ഇതിൻ്റെ ഒരു 3 ഇരട്ടി ആയിട്ട് നല്ല ഭംഗിക്ക് നിൽക്കുന്നൊരു കൊലയുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലവറിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു മദർ പ്ലാന്റിൽ നമുക്കൊരു ചെറിയ കേട് വന്ന് അങ്ങനെ ആ മദർ പ്ലാന്റ് ഡെഡായി. പക്ഷേ അത് ഡെഡാവുന്നതിന് മുമ്പ് നമുക്കൊരു 7-8 തൈകൾ നമുക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മളെ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് കൂടെയാണിത്. അത്ര നല്ല ബ്രൈറ്റായിട്ടുള്ള കളറാണ്, വളരെ ഭംഗിയാണ് കാണാനായിട്ട്. നേരിട്ട് കാണാനായിട്ടൊരു പ്ലാസ്റ്റിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് തോന്നുമെങ്കിലും നല്ല രസമുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതും നമുക്കിപ്പോൾ ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇതിപ്പോൾ ഫ്ലവർ ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു മദർ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് പോയി. പിന്നെ അതിൽ നിന്ന് കിട്ടിയ തൈകളെ നമ്മളെടുത്ത് വെച്ച് നട്ട് വളർത്തിയതാണ്. അപ്പോൾ ആ ഒരു തൈയിൽ ആദ്യമായിട്ട് വിരിഞ്ഞത് ഇത് മാത്രമാണ്, ബാക്കിയെല്ലാം ആവുന്നതേ ഉള്ളൂ. പിന്നെ വന്നിട്ട് നമ്മുടെ സീസർ വാരാവൻ്റെ മദർ പ്ലാന്റാണ്. നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇതിൻ്റെ ഒരു സീഡ്ലിങ് നമ്മളെടുത്ത് വെച്ചതാണ് നമ്മൾ ഫ്ലവർ ചെയ്ത് കാണിച്ചത്. ഇതിലിപ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നതാണ്, അതെല്ലാം നമുക്കിപ്പോൾ പോയി. ഏതാണ്ട് ഒരു 5-6 മാസം ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു സീസർ വെറൈറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ ഇതിൽ ആ ഒരു 4-5 ഫ്ലവേഴ്സ് ഇവിടെ സ്പൈക്കുകളുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ളതാണ് ഇത്. സോ അപ്പോൾ അത്രയാണ് നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെയോ വരും ദിവസങ്ങളിലൊക്കെ കാണാം. താങ്ക് യു.